So can you hear me, guys? കേൾക്കുന്നുണ്ടോ? Can you reply in the chat? Okay. So yesterday we are discussing about the cost of capital section. അല്ലേ? So with respect to cost of capital, I feel like നമ്മൾ ഇന്നലെ different of finance. First one we have of equity. So cost of equity നമുക്ക് കണ്ടുപിടിക്കാൻ 3 different models ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെയാണ്? We have got dividend valuation model, then dividend growth model, then finally CAPM model. So ഈ 3 മോഡൽസ് ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇതിൽ ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ? K is equal to D0 by P0 ആ ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് വാല്യുവേഷന് വേണ്ടി യൂസ് ചെയ്തത് അല്ലെ. ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ആണെങ്കിലോ ഗ്രോത്ത് ഫസ്റ്റ് വൺ ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? D0 ഡിവൈഡഡ് ബൈ P0. ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ആണെങ്കിൽ D0 into 1 plus G divided by 0 plus G. D0 into 1 0 plus G എന്നുള്ളത് സെപ്പറേറ്റ് കമ്പോണന്റ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ യൂസ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും. സോ ഈ G നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വി ഹാവ് ഗോട്ട് 2 ഡിഫറെന്റ് മെത്തേഡ്സ്. എന്തൊക്കെയാണ്? ആവറേജ് മെത്തേഡ് ഉണ്ട്, Average historic method. Growth model. So what is average method? ലേറ്റസ്റ്റ് ഡിവിഡൻഡും അതേപോലെ തന്നെ നിങ്ങളുടെ ഓൾഡ് ഡിവിഡൻഡും തമ്മിലുള്ള ഗ്രോത്ത് കമ്പയർ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് റൂട്ട് ഓഫ് latest dividend divided by old dividend. നിങ്ങളിപ്പോൾ എക്സൽ ചെയ്യുവാണെങ്കിൽ, since we have to use it in Excel, റേസ് എന്ത് ചെയ്താൽ മതി? റൂട്ട് ഇപ്പം 3 ഇയേഴ്സിന്റെ ഗ്രോത്ത് ആണെങ്കിൽ എന്ത് ചെയ്യുക? റേസ് ടു 1/3 ചെയ്യുക. എന്താണ് റേസ് ടു 1/3 ചെയ്യുക? ഇല്ല, സപ്പോസ് 4 ഇയേഴ്സിന്റെ ഗ്രോത്ത് ആണെങ്കിൽ റേസ് ടു 1/4 ചെയ്യുക. സോ നമ്മളിപ്പം എന്ത് റൂട്ട് ഓഫ് ചെയ്യുന്നതിന് പകരം നമ്മൾ എക്സലി ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, എക്സലി യൂസ് ചെയ്യുന്ന ഫോർമുല അപ്പൊ എങ്ങനെ? റൂട്ട് ഓഫ് എന്നുള്ളതിന് പകരം റേസ് ടു 1/4 അല്ലെങ്കിൽ 1/3 1/2 ചെയ്യുക, മൈനസ് 1. This is how we will calculate the growth using average method. ഇനി നമുക്ക് ഗ്രോത്ത് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. ഏതാണ്? Gordon's method. So how will you calculate the growth using Jordan growth model? B into R. B എന്ന് പറഞ്ഞാൽ the proportion of funds retained, and R എന്ന് പറഞ്ഞാലോ so return on reinvested funds. So നമുക്ക് G കണ്ടുപിടിക്കാൻ 2 ഡിഫറെന്റ് മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് മോഡൽ യൂസ് ചെയ്യാം, അതർവൈസ് യു ക്യാൻ യൂസ് ദ ജോർഡൻസ് ഗ്രോത്ത് മോഡൽ. സോ 2 മോഡൽ യൂസ് ചെയ്താലും ദ റിസൾട്ടിംഗ് ഫിഗർ വിൽ ബി റിസൾട്ട് ചെയ്യുന്ന എന്തായിരിക്കും? റിസൾട്ട് ഇൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. രണ്ട് രീതിയിൽ നമുക്ക് G കണ്ടുപിടിക്കാം. ഈ 2 G യൂസ് ചെയ്തിട്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് കണ്ടുപിടിക്കുന്നത്? വി ആർ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി.
സോ അത് ക്വസ്റ്റൻ അതിൽ തന്നിട്ടുണ്ടായിരിക്കും, ഗ്രോത്ത് മോഡൽ ആണോ അതോ നോർമൽ മോഡൽ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ കുറെ ഡിവിഡൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സപ്പോസ് ഇഫ് ദേ ഹാവ് ഗിവൺ എ ട്രെൻഡ് ഓഫ് ഡിവിഡൻസ് ഓർ പ്രീവിയസ് ഇയേഴ്സിന്റെയും കറന്റ് ഇയേഴ്സിന്റെയും ഒക്കെ ഡിവിഡൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ടെങ്കിൽ ഇൻ ദാറ്റ് സെനാരിയോ വി ഹാവ് ടു യൂസ് ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഗ്രോത്ത് മോഡലിൽ ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഡിവിഡൻസിനെ പറ്റിയിട്ടൊന്നും okay, if they are only mentioning about the return and the proportion of funds retained, so in that scenario you can use the second model, that is the Gordon's method. Is it clear everyone? Okay, so ഇത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? We can calculate cost of equity. പക്ഷേ cost of equity കണ്ടുപിടിക്കാൻ ഈ രണ്ട് മെത്തേഡ്സിലും പ്രശ്നം നമ്മൾ ഡിവിഡൻഡ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് നോട്ട് റിസീവിംഗ് ദ ഡിവിഡൻഡ്, then we can use ഏത് മോഡലാണ്? CAPM മോഡൽ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് RF plus beta E into RM minus R. RM. ഇതാണ് CAPM മോഡൽ. അപ്പൊ CAPM മോഡൽ എന്ന് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് സപ്പോസ് the growth model does not explain the fact that സെയിം ഇൻഡസ്ട്രിയിലുള്ള കമ്പനി ആണെങ്കിൽ പോലും ഓരോരുത്തരുടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡിഫറെന്റ് ആണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആര് തരുന്നില്ല? ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽസ് ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ ഡിവിഡൻഡ് ബേസ്ഡ് മോഡൽസ് തരുന്നില്ല. സോ ബൈ യൂസിംഗ് ദാറ്റ് CAPM മോഡൽ, അപ്പോൾ CAPM മോഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്ലിയർലി എക്സ്പ്ലെയിൻസ് ദ ഫാക്ട് ദാറ്റ് ദ റിസ്ക് ഓഫ് എ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു return. The risk is directly proportional to return. So അങ്ങനെയാണെങ്കിൽ ആ റിസ്ക് ടു റിട്ടേൺ റിലേഷൻഷിപ്പ് ആണ് ആര് നോക്കുന്നത്? CAPM കൺസിഡർ ചെയ്യും. സോ നമ്മൾ whenever as an investor, if you are assessing the risk, ഒരു കമ്പനിയിൽ രണ്ട് ടൈപ്പ് റിസ്ക് ഉണ്ട്. എന്തൊക്കെയാണ്? business risk and financial risk. ഉണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ്. എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്. Okay, so when we are looking at the risk of a company, it have systematic risk ഉണ്ട്, unsystematic risk ഉണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? such as the risk due to interest rate in the market, അല്ലെങ്കിൽ മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ, ഓക്കെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ചസ്, അതൊക്കെ കാരണം വരുന്ന റിസ്കിനാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. സോ ഈ സിസ്റ്റമാറ്റിക് റിസ്ക് മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡസ്ട്രീസിനെ എഫക്ട് ചെയ്യും. പക്ഷെ ലെറ്റ്സ് സേ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഒക്കെ വരുവാണെങ്കിൽ അത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് മാനുഫാക്ചറിങ് പോലത്തെ ഇൻഡസ്ട്രീസിനെ ആയിരിക്കും കമ്പയർഡ് ടു എനി കൈൻഡ് ഓഫ് ഫുഡ് ഇൻഡസ്ട്രീസ്. സോ ഇൻ ദ സെയിം വേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് എ റിസ്ക് വിച്ച് ഈസ് സ്പെസിഫിക് ടു ദ ബിസിനസ്. ആ ബിസിനസിന്റെ നേച്ചർ കാരണം വന്ന ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്. ഫോർ എക്സാമ്പിൾ, let's say if the key employee of your company is leaving, company ഒരു key employee നമ്മുടെ കമ്പനി ലീവ് ചെയ്യുകയാണ്, ആ സമയത്ത് ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. കാരണം വിച്ച് ഇസ് എ റിസ്ക് സ്പെസിഫിക് ടു ദ ബിസിനസ്. ഈ റിസ്ക് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? How we can avoid this? Diversification. We can avoid this risk by diversification. അപ്പോ ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ പുള്ളിക്ക് എന്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല? സിസ്റ്റമാറ്റിക് റിസ്കിനെ പറ്റി ചിന്തിക്കേണ്ട, അൺസിസ്റ്റമാറ്റിക് ആവശ്യമില്ല. He just need to focus on the systematic risk. പുള്ളി എന്തിനെ പറ്റി ചിന്തിച്ചാൽ മതി? സിസ്റ്റമാറ്റിക് റിസ്കിനെ പറ്റി ചിന്തിച്ചാൽ മതി. ക്ലിയർ ആണോ? ബിക്കോസ് പുള്ളി എത്രത്തോളം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക് എത്രത്തോളം ആണ് പുള്ളി മെഷർ ചെയ്യുക. സോ വാട്ട് യു മീൻ ബൈ സിസ്റ്റമാറ്റിക് റിസ്ക്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ റിസ്ക് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് വി നോ ദാറ്റ് ഇറ്റ് ക്യാൻ മേക്ക് സം ചേഞ്ചസ് ടു ദ മാർക്കറ്റ്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമ്മുടെ ഷെയറിന്റെ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ഷെയറിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് എത്രത്തോളം വരുന്നു, ആ ഒരു റിലേറ്റീവ് മെഷറിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. സോ സിസ്റ്റമാറ്റിക് റിസ്ക് ഇസ് എ റിലേറ്റീവ് മെഷർ ഓഫ് how the share price movement will happen with respect to the change in the market. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് എവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
the systematic risk. Systematic risk measures the relative measure, discuss about the relative measure of change in എന്താണ് the share price of a company with respect to the change in the market. അല്ലെങ്കിൽ മാർക്കറ്റിലെ ചേഞ്ച് എത്രത്തോളം നമ്മുടെ കമ്പനിയെ എഫക്ട് ചെയ്യുന്നു, ആ സിസ്റ്റമാറ്റിക് റിസ്ക് ചേഞ്ചസ് നമ്മുടെ കമ്പനീനെ എത്രത്തോളം അഫക്ട് ചെയ്യുന്നു, അതിന്റെ മെഷറാണ് നമ്മൾ ഈ പറയുന്ന എന്തായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ദിസ് ബീറ്റ ഇ റെപ്രസെന്റ്സ് ദ സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഹി വിൽ ഗെറ്റ് എ മിനിമം റിട്ടേൺ, ദ റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടും. അതിന്റെ കൂടെ പുള്ളിക്ക് എന്തുകൂടെ കിട്ടും, ഹി വിൽ ഗെറ്റ് എ പ്രീമിയം. ദാറ്റ് പ്രീമിയം വിൽ ബി ഡിപെൻഡ് അപ്പോൺ ദ systematic risk. So the premium will multiples. അപ്പോൾ അല്ലെങ്കിൽ പ്രീമിയം കൂടുന്ന എന്തിന്റെ ബേസിസിലാണ്, ഇറ്റ് മൾട്ടിപ്ലൈസ് വിത്ത് ദ സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പൊ സിസ്റ്റമാറ്റിക് റിസ്ക് കൂടുന്ന അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട പ്രീമിയവും കൂടും. Is it clear everyone? Can you reply in the chat? Yes, sir. Yes, sir. Okay. So any other doubts? ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Do you have any other doubts with respect to this one? Okay. So അങ്ങനെ 3 ഡിഫറെന്റ് മോഡൽ ആണ് നമ്മൾ ഇക്വിറ്റിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നത്. We have CAPM model, we have cost of equity model using dividend based models and CAPM. So ഈ 3 മോഡൽസും ക്ലിയർ ആണോ? So where RF is a risk free return. അപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. പ്ലസ് അതിന് മണ്ടയ്ക്ക് എന്തും വരും, it will have risk premium as well. So beta E into R minus RF. Is it clear, guys? Can you reply in the chat? So in the same way, we have to calculate the next component, which is cost of debt. So cost of debt എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. We have irredeemable debt, പിന്നെ ഏതാണ് redeemable debt. So if it is a irredeemable debt, നിങ്ങൾ അതിന്റെ വാല്യുവേഷൻ എന്താ വെച്ചിട്ട് ചെയ്യുന്നത്, we will be valuing it using IRR. We can value it using IRR method. So redeemable ആണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് മാത്രമേ ഇടത്തുള്ളൂ, the cost will be the interest. അപ്പൊ cost of debt is equal to എന്ത് വരും, എന്താണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻറ്റു 1 minus t divided by എന്ത് ചെയ്യുക, P0 ചെയ്യുക. And if it is a redeemable debt, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, KD is equal to KD will be calculated using the IRR of debt. Okay. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെറ്റ് ആണ് കോമൺലി വരുന്നത്. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഇറഡീമബിൾ ഡെറ്റ് ആൻഡ് റെഡീമബിൾ ഡെറ്റ്. Is it clear everyone? എന്റെ കാൽക്കുലേഷൻ ക്ലിയർ ആണോ? Can you reply in the chat? So we will do some questions from cost of capital area. No.
So before that, we'll discuss another theory part. Okay. So e cost of capital related to theories on so that is known as capital structure theories. Examples. So capital structure theory three theories are mainly. So after that we'll discuss the questions. So what are the three theories? First one, traditional theory. And then a traditional theory another. Number company cost of capital no another. And then depend it will depend upon the capital, the debt. Okay. So out of these two items, cost of debt and cost of equity, is it cost of debt or cost of equity? Cheaper? Can you reply in the chat? Which one is more cheaper? Is it cost of equity or cost of debt? Can you reply in the chat? Yes. So it is cost of debt is more cheaper. Okay. So our assumption നമുക്ക് വന്നൊരു capital structure theory ആദ്യം വരുന്ന തിയറിയാണ് ട്രഡീഷണൽ തിയറി. അപ്പൊ ട്രഡീഷണൽ തിയറി പറയുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, ഇറ്റ് വിൽ ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പൊ ഇതിന്റെ ഒരു വെയ്റ്റഡ് ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത്? വാക് എന്ന് പറയുന്നത്. സോ വാക് വിൽ ബി എ വെയ്റ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കാം? കുറയ്ക്കാൻ നോക്കാം. വി ഷുഡ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് the weighted average should be lower. So how will you clear this weighted average? നിങ്ങൾ ഇപ്പം കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് KD നിങ്ങൾ കണ്ടുപിടിച്ചു, as well as KE നിങ്ങൾ കണ്ടുപിടിച്ചു. സോ ഇത് വെച്ച് നിങ്ങൾക്ക് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് WACC is equal to KE into V അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറയാം? പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി. പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ value of equity divided by value of equity plus value of debt into 1 minus 2 plus KD എന്ന് പറയുന്നത് എന്താണ്? KD multiplied by എന്ത് ചെയ്യുക? interest The proportion of debt, that is value of debt divided by total capital. So ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? You will get the WACC. ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ഇൻ യുവർ ക്യാപിറ്റൽ. അപ്പോൾ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ക്യാപിറ്റലിൽ എത്ര ശതമാനം ഡെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ശതമാനം ഇക്വിറ്റി ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ WACC. സോ ഈ the WACC is having a relationship between with the market value of a company. WACC-ഉം കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂയും കൂടെ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദ ആനുവൽ ക്യാഷ് ഫ്ലോ പെർ ആനം എന്താണോ ക്യാഷ് ഫ്ലോ പെർ ആനം അതേ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? WACC ചെയ്യുക. Okay, the market value of a company is equal to annual cash flow per annum divided by WACC. So അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? You will get the market value of a company. So here we can say that the market value is inversely proportional to WACC. So thereby we can say that the market value is inversely proportional to WACC. That is market value കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ WACC കൂടുന്ന അനുസരിച്ച് market value of a company കുറയും. നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ആസ് എ ഫിനാൻഷ്യൽ മാനേജർ our objective is to maximize shareholder wealth. ഷെയർഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലേ?
അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, ആ വെൽത്ത് കൂട്ടാൻ നോക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും? സോ അതിന് ആദ്യത്തെ ഒരു തിയറിയാണ് ഈ പറയുന്ന ട്രഡീഷണൽ തിയറി. ഇപ്പൊ ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത് എന്താണ്? സിൻസ് യു നോ ദാറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നതാണ് ഇത്രയുടെ ചീപ്പർ കമ്പയർഡ് ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, നിങ്ങളുടെ ഓവറോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് കൂട്ടാൻ നോക്കുക? പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് നിങ്ങൾ കൂട്ടുക. സോ വി ഷുഡ് ഇൻട്രൊഡ്യൂസ് ഡെറ്റ് ഇൻ യുവർ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ എന്ത് സംഭവിക്കും? ദ വാക്ക് വിൽ ഗോ ഡൗൺ. വാക്ക് എന്തായാലും വാക്ക് കുറയും. പക്ഷെ വാക്ക് കുറഞ്ഞൊരു പോയിന്റിൽ എത്തും. കാരണം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ നിങ്ങൾ ഡെറ്റ് എടുക്കുമ്പോൾ എന്താ, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുവാണ്, അല്ലെ? സോ ഇഫ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ കമ്പനി ഈസ് ഇൻക്രീസിങ്, അൾട്ടിമേറ്റ്ലി നമ്മുടെ എന്തും കൂടും അവിടെ, കോസ്റ്റ് ഓഫ് ഡെറ്റ് അവർ കൂടുതൽ ചോദിക്കും, ഫണ്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചോദിക്കും. ആസ് വെൽ ആസ് കെഇയും നമ്മുടെ ഗ്രാജുവലി കൂടും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കൂടും, ബിക്കോസ് ദ റിസ്ക് ഓഫ് ദ ഇക്വിറ്റി ഹോൾഡേഴ്സ് ഓൾസോ സ്റ്റാർട്ട് ഇൻക്രീസിങ്. Are you getting it? സോ ഈ രണ്ടും കൂടുന്നത് കാരണം, അപ്പൊ ഇതിന്റെ രണ്ടിനെ ഒരു വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്നത് നടുക്കൂടെ പോകുന്ന ലൈനാണ് വാക്ക്. സോ വാക്ക് ഇസ് ആൻ ആവറേജ് ഓഫ് കെ ഇ ആൻഡ് കെ ഡി. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിങ്ങൾ ഡെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ thereby the WACC will go down, but only to a certain extent. Only to a certain extent. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? The WACC will start increasing. ക്ലിയർ ആണോ? Can you reply in the chat? കേൾക്കുന്നുണ്ടോ? Can you reply in the chat, guys? Yes. Fine. So ഇതിന്റെ രണ്ടിന്റെയും ഒരു വെയിറ്റഡ് ആവറേജ് ആണ് വാക്ക് എന്ന് പറയുന്നത്. So that WACC will be minimum at a point. അപ്പോൾ WACC മിനിമം ആവുന്ന പോയിന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമം ഗിയറിംഗ് ലെവൽ എന്ന് പറയുന്നത്. സോ ദ WACC മിനിമം ആവുന്ന ആ പോയിന്റിലായിരിക്കും കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ആയിട്ടോ മാക്സിമം ആയിട്ട് വരുന്നത്. സോ അറ്റ് ദാറ്റ് പോയിന്റ് ദ കമ്പനീസ് മാർക്കറ്റ് വാല്യൂ വിൽ ബി മാക്സിമം. ഇറ്റ്സ് ക്ലിയർ എവരിവൺ? Can you reply in the chat? അപ്പോൾ WACC മിനിമം ആവുന്ന പോയിന്റിലായിരിക്കും കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ മാക്സിമം ആവുന്നത്. സോ ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഇറ്റ്സ് ക്ലിയർ? ഇതാണ് ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. Then we have M&M with the tax. And M&M without tax. അപ്പോൾ ഈ തിയറിക്ക് അഗേൻസ്റ്റ് ആയിട്ട് മൊഡിഗ്ലാനി ആൻഡ് മില്ലർ വന്നിട്ട് ഒരു തിയറി പറഞ്ഞു, ഇല്ല അങ്ങനെ വരത്തില്ല. The capital structure will not have any impact on your WACC. That is, capital structure ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല WACC ഇരിക്കുന്നത്. The WACC will always remain constant. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ that increase in cost of equity, അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്ന സമയത്ത് that increase in cost of equity will get compensated by a lower debt. That increase in cost of equity will get reflected by a lower debt. That is KE when is compared to KD. KEയും KDയും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇത്രൂടെ ചീപ്പർ ആണ്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ by introducing debt into that capital structure, the overall WACC will get netted off. The overall WACC അവിടെ net off ആവും. Clear ആണോ? Can you reply in the chat? Okay. So literally ഇവിടെ പറയുന്നത് എന്താണ്? The debt is completely risk free. അപ്പോൾ that increase in cost of equity കാരണം നമ്മുടെ WACC കൂടുന്നുണ്ടെങ്കിൽ that will get compensated by a lower debt. As a result, the WACC will remain constant. ഇതാണ് ഏതിൽ വരുന്നത്? M&M without taxൽ പറയുന്നത്. But there is another theory that is M&M with the tax. അപ്പോൾ M&M with the tax എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, the WACC will be higher. The WACC ഏറ്റവും കൂടി നിൽക്കുന്ന ഏത് പോയിന്റിലായിരിക്കും? ഡെറ്റ് ലോവർ ആയിരിക്കുന്ന പോയിന്റിലായിരിക്കും WACC ഏറ്റവും കൂടി നിൽക്കുന്നത്.
So the company need to take maximum level of debt. Company in the year maximum level of debt edukka. So as a result, we already know that the debt is cheaper compared to equity. Adinte koode we can get tax savings on the rate of interest. So as a result, the overall WACC will be minimum at the point where we take the maximum level of debt. അപ്പോൾ നിങ്ങൾ ഏറ്റവും maximum level of debt എടുക്കുന്ന പോയിന്റ് ഏതാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ WACC മിനിമം ആവുന്നത്. Are you getting it? Can you reply in the chat? So അങ്ങനെ നമുക്ക് 3 തിയറീസ് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസെപ്റ്റും ഈ പറഞ്ഞ കമ്പനിയുടെ ബിസിനസ് വാല്യുവേഷനുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ അതാണ് സോ ദാറ്റ്സ് ഹൗ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെക്ഷൻ ഈസ് ഹാവിംഗ് എ കണക്ഷൻ വിത്ത് എന്താണ് നമ്മുടെ ബിസിനസ് വാല്യുവേഷനിലേക്ക് ഒരു കണക്ഷൻ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Okay. So now what's the connection between cost of capital and valuation? So normally നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലൈക്ക് ലെറ്റ്സ് സേ ഒരു മെർജറോ അക്വിസിഷനോ അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ലിസ്റ്റ് പ്രൈസ് കമ്പനിയിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോർ ടാക്സബിൾ പർപ്പസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ബിസിനസ് വാല്യുവേഷൻ ചെയ്യേണ്ടി വരുന്നത്. സോ ഫ്രം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇഫ് യു ആർ ജസ്റ്റ് അല്ലെങ്കിൽ റവന്യൂയിലാണ് നമ്മൾ അക്വിസിഷന് പോകുന്നത്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയണം ഒരു കമ്പനിനെ വാല്യൂ ചെയ്യണം എങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ എത്ര രൂപ അതിന് കൊടുക്കേണ്ടി വരും എന്നുള്ളത്. സോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ബിസിനസ് വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്നത്. സോ വാല്യുവേഷൻ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. സോ ഫസ്റ്റ് മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് അസറ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ നൗ? ക്ലിയർ ആണോ ഇപ്പം? Is it clear, guys? So we have asset-based method, okay, and cash flow-based models under, and we have then market value-based methods, earning-based methods under. ഒരു കമ്പനിനെ അപ്പൊ എന്തിനു വേണ്ടി വാല്യൂ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു അക്വിസിഷൻ, മെർജർ, ഓർ ഫോർ ടാക്സ് പർപ്പസ്, ഓർ ലിസ്റ്റഡ് ഇൻ ദി ഷെയർ എക്സ്ചേഞ്ച്, വാല്യുവേഷൻ ചെയ്യുന്നു. Asset based model നോക്കാം. So in asset based model we have got 3 different approach. Either we can follow the book value approach or a realizable value approach or replacement value approach. അപ്പോൾ ബുക്ക് വാല്യൂ അപ്രോച്ച് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ബുക്ക് വാല്യൂ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു അസറ്റിന്റെ വാല്യൂ ക്യാരിങ് എമൗണ്ട് ഓഫ് അസറ്റും ക്യാരിങ് എമൗണ്ട് ഓഫ് ലയബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യും. That's how we calculate the book value for net value of an equity. We have realizable value method. Here we'll deduct the net value of an asset, net realizable value of an asset. എന്താണ് net realizable value of asset എന്ന് പറയുന്നത്? Selling price minus cost of making sale. അതിനെയാണ് net realizable value എന്ന് പറയുന്നത്. So here we'll compare the net realizable value of an asset with the net realizable value of a liability. So ഇതായിരിക്കും നമ്മൾ ആ ഒരു അക്വിസിഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ മിനിമം കൊടുക്കുന്ന ഒരു മിനിമം പ്രൈസ് അക്സെപ്റ്റഡ് ബൈ ദ ടാർഗറ്റ് കമ്പനി. അതിനെയാണ് നമ്മൾ റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെ റിയലൈസബിൾ വാല്യൂ വെച്ച് നമുക്കൊരു കമ്പനിയെ വാല്യൂ ചെയ്യാം. ദെൻ റീപ്ലേസ്മെന്റ് വാല്യൂ ഉണ്ട്. റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കമ്പനി എടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് റൺ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക്
that an acquirer will be ഒരു acquirerന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരന്റ് കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ദ മാക്സിമം പ്രൈസ് ദാറ്റ് ഹി വിൽ ബി റെഡി ടു പേ. അപ്പൊ ഒരു കമ്പനീനെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ 3 ഡിഫറെന്റ് അപ്രോച്ചസിൽ വാല്യൂ ചെയ്യാം. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബുക്ക് വാല്യൂ അപ്രോച്ച്, ബേസ്ഡ് മോഡൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള അപ്രോച്ച് ആണ് realizable value approach ഉണ്ട്. That's a minimum price accepted by the target. Or we have replacement value approach. Replacement value എന്ന് വെച്ച് കഴിഞ്ഞാൽ that's a maximum that will be ready to be paid by a parent company. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പനിനെ വാല്യൂ ചെയ്യാൻ പറ്റും. Can reply in the chat, guys. റിയലൈസബിൾ വാല്യൂ ഒന്നും പറഞ്ഞുതരാമോ സാറേ? ഇപ്പം ഇപ്പൊ പറയുകയാണ് ഒരു ഇൻവെന്ററി ഉണ്ട്, അതിന്റെ ബുക്സിൽ കാണിച്ചിരുന്ന വാല്യൂ 400 ആണ്, പക്ഷെ ആ ഇൻവെന്ററി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 300 രൂപയെ കിട്ടത്തുള്ളൂ. സോ അതാണ് റിയലൈസബിൾ വാല്യൂ ഓഫ് എൻ ഇൻവെന്ററി അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലിറ്ററലി അപ്പൊ അവരുടെ ആ കമ്പനിയുടെ ഇപ്പോൾ ഉള്ള അസറ്റ്സ് എല്ലാം വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റി നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓൺ ദ കറന്റ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദാറ്റ് സെയിൽ. അപ്പോൾ വിൽക്കുമ്പോൾ അവർക്ക് എന്താണോ കയ്യിൽ കിട്ടുന്ന പ്രൈസ് അതായിരിക്കും അവർ മിനിമം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈസ്. അതിൽ കുറച്ച് ഒരിക്കലും ഒരു ടാർഗറ്റ് കമ്പനി അക്സെപ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പൊ വാല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ബേസിക്കലി പഠിക്കുന്നത് എന്തിനാണ്? നമ്മളൊരു കമ്പനിനെയൊക്കെ അക്വയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെർജറിന്റെ ഒക്കെ സമയത്തായിരിക്കും നമുക്ക് ബിസിനസ് വാല്യുവേഷൻ വരുന്നത്. അപ്പോൾ 3 ഡിഫറെന്റ് അപ്രോച്ച്. അപ്പൊ ഈ ഓരോന്നിനും ഓരോ ഒബ്ജക്റ്റീവ് കാണും. അല്ല ചുമ്മാ നമ്മൾ അസറ്റ് ബേസ്ഡ് മോഡൽ അങ്ങ് ഫോളോ ചെയ്യുകയല്ല. അപ്പൊ അസറ്റ് ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത് ഒരു മോഡൽ വി ഫോളോ ടു നോ ദാറ്റ് എന്തായിരിക്കും ഒരു മിനിമം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ മാക്സിമം എത്ര പ്രൈസ് ഞാൻ കൊടുക്കാൻ തയ്യാറാവണം, ഇതൊക്കെ അറിയാം. ക്ലിയർ ആണോ? ഓക്കെ സർ. So next one we have asset based model കഴിഞ്ഞു. So next one we have cash flow based model. So ഇത്രൂടെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്യാഷ് ഫ്ലോ ബേസ്ഡ് മോഡൽ. സോ ക്യാഷ് ഫ്ലോ ബേസ്ഡ് മോഡൽ നിങ്ങൾ FM പഠിക്കുന്നത് ഇതാണ്, ഓൺ ദ ബേസ് ഓഫ് ഡിവിഡൻസ്. നമുക്കിപ്പോൾ ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഷെയറിൽ നിന്ന് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് അതിന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ ആണ്. ആ കിട്ടുന്ന ഡിവിഡൻസിന്റെ ഒക്കെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ ആണ് എന്ന് പറയുന്നത്. ആ ഷെയറിന്റെ P0 is equal to this growth, then D0 into 1 plus G growth model. Company cash based methods constant follow ചെയ്യാം, D/KE ആ മോഡൽ ഫോളോ ചെയ്യാം. ഇനിയും ഗ്രോത്തോടുള്ള ഒരു കമ്പനിയുടെ ഗ്രോത്തോട് ഉണ്ട്, ആ ഷെയറിന്റെ പ്രൈസിന് ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ then we have to use this P is equal to D0 into 1 plus G divided by KE minus G ആ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യാം. So this is a cash flow based method. So ഇത് നമ്മൾ ബിസിനസ് വാല്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ ബേസ്ഡ് മെത്തേഡ് ആണ്. ക്ലിയർ ആണോ?
And now we have another method which is earnings based method. Targeted earnings in the basis. For a company acquire our targeted a company target earnings in the noku. Are into a company would tell you proxy company or industry and it multiply a PE ratio to multiply. So PE ratio is the confidence, or it indicates the price which is ready to be paid by the investors. PE ratio, the market price divided by EPS. Multiply earnings, earnings multiply the market value. Market value per the target. Clear now? So PE ratio is market price divided by earnings per share. So this ഒരു നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ പറ്റിയിട്ട് ആ ഗ്രോത്ത് കോൺഫിഡൻസ്, നമ്മുടെ കമ്പനിയിലുള്ള കോൺഫിഡൻസിനെയാണ് ഈ PE റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എന്നെ പോലെയുള്ള ഒരു പ്രോക്സി കമ്പനിയുടെയോ അല്ലെങ്കിൽ എന്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെയോ PE റേഷ്യോ തന്നെയാണ് എന്റെ എനിക്ക് അസ്യൂം ചെയ്യാം. സോ ഇറ്റ്സ് ആൻ അസംപ്ഷൻ ദാറ്റ് വി ഹാവ്. ഓക്കെ, അല്ല PE റേഷ്യോ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ the price which is ready to be paid for a company share by the PE ratio in Udeshikana. So it literally indicates the confidence of a company in the market. I think company future growth perspective indicate in the PE ratio. Is it clear, everyone? Can you reply in the chat? So we have got three different approaches. Asset based approach, cash flow based approach, then earnings based approach. So these are the three different approach we can take to calculate the value of a business. So our link like cost of capital, capital structure link, then capital structure business valuation connection. So these three sections are actually it's a combination of these three elements. Cost of capital use equations business valuation use. Clear? So that's about the valuation of equity. About a company total value, it will include value of equity plus value of debt. The company total value. So value of equity, we have asset based model, cash flow based model, and finally earnings based method. Namakku value of equity, value of debt. So value of debt. Two type of debt. We have redeemable debt. So redeemable debt and the future cash flows will get discounted by its yield rate. And in the future cash flows, future cash flows discount will discount it with the yield rate. So that's how we'll get the value of a redeemable debt. That's how we'll get the value of a redeemable debt. So how will you calculate it? We'll calculate it using yield rate. നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച IRR അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതിനെയാണ് നമ്മൾ yield rate എന്ന് പറയുന്നത്. Okay, the future cash flows redeemable debt എന്തൊക്കെ വരും? It will include its interest and principal payment. Clear ആണോ? How to calculate the value of a debt മനസ്സിലായോ? ഇനി irredeemable ആണെങ്കിലോ
If it is irredeemable debt, then I into I divided by എന്ത് ചെയ്യുക P0 ചെയ്യുക. ആസെറ്റിന്റെ ഇൻട്രസ്റ്റ് പറയുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് എന്താണോ ആ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ P0. So always remember that in case of valuation techniques, we can ignore the tax effects. So അതിന്റെ ടാക്സ് എഫക്ട്സ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ whenever during valuation നമ്മൾ ആഫ്റ്റർ ടാക്സ് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് വി ആർ വാല്യൂയിങ് ദ ബോണ്ട്. അപ്പോൾ ഒരു ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഹി വിൽ ഗെറ്റ് ദ ഹോൾ ഇൻട്രസ്റ്റ്, അല്ല നെറ്റ് ഓഫ് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നെറ്റ് ഓഫ് ടാക്സ് നമ്മൾ ചെയ്യുന്ന എപ്പോഴാണ്? വിൽ ഡു ഇറ്റ് ഇൻ ദ കേസ് ഓഫ് എ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേഷൻ. അപ്പൊ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേഷൻ ആണ് ഈ പറയുന്ന I into 1 minus T by P0 വരുന്നത്. ബട്ട് നമ്മളുടെ നോർമൽ ഡെറ്റ് കാൽക്കുലേഷന്റെ കേസിൽ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് how will you calculate its value? The P0 is equal to I divided by cost of debt, I divided by KD. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ച ഇക്വേഷൻ, ആ ഇക്വേഷൻസ് നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എന്ത് കിട്ടും? വാല്യുവേഷൻസ് കിട്ടും. സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ആ ഒരു ചാപ്റ്റർ ഹാവിംഗ് എ ലിങ്ക് വിത്ത് ദ ബിസിനസ് വാല്യുവേഷൻ ടോപ്പിക്. Is it clear, everyone? Can you reply in the chat? Is it clear, guys? Okay. So these are the main valuation models and the cost of capital models. So ഈ ഒരു മൂന്ന് ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. So you can just reply in the chat if you have any doubts. So doubts ഒന്നും ഇല്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ നമ്മൾ ഇന്ന് റിവേഴ്സ് ചെയ്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, then ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി, then ബിസിനസ് വാല്യുവേഷൻ. സോ ഈ മൂന്ന് ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് റിവേഴ്സ് ടുഡേ. സോ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Can you reply in the chat, guys? Sir, earnings ഒന്നുകൂടെ പറഞ്ഞുതരാമോ? സോ ഏർണിംഗ്സ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഏർണിംഗ്സിൽ വാല്യൂ കണ്ടുപിടിക്കാം. ഒരു കമ്പനിയുടെ മൊത്തം വാല്യൂ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഏത് കമ്പനിയുടെ ആണോ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ആ ടാർഗറ്റഡ് ഏർണിംഗ്സ് മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ചെയ്യുക? ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ വിൽക്കാനും തന്നിട്ടുണ്ട് അറിയത്തില്ല, ഒന്നെങ്കിൽ ആ കമ്പനിയുടെ തന്നിട്ടുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ ആ കമ്പനി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെയോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പ്രോക്സി കമ്പനി അതിന്റെ PE റേഷ്യോ ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? EPS divided by market value per share divided by earnings per share ആണ്. So that earnings ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ 2 million മൾട്ടിപ്ലൈഡ് ബൈ ആ KFC ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ആണ്. KFC എത്രത്തോളം ഗ്രോ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആ ഗ്രോത്ത് ഇപ്പോൾ ഒരു 1.5 ടൈംസ് ആണെങ്കിൽ സോ 2 into 1.5 ടൈംസ്. സോ അതായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ട എന്തെന്ന് പറയുന്നത്? KFCക്ക് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത്. വോയിസ് ബ്രേക്ക് ഉണ്ടോ? Hear me? Can you hear me, guys? Okay.
സോ ഇത് ക്ലിയർ ആണോ? ആരായിരുന്നു ഡൗട്ട് ചോദിച്ചേ? ഏർണിംഗ് ബേസ്ഡ് മെത്തേഡ് മനസ്സിലായോ? Yes, sir. ഈ ഏർണിംഗ്സ് തന്നെ ചിലപ്പോൾ അവർ എന്ത് ചോദിക്കാം, ഏർണിംഗ് സീൽഡ് ചിലപ്പം തരാം. എന്താണ് ഈ ഏർണിംഗ് സീൽഡ് എന്ന് പറയുന്നത്? ഏർണിംഗ് സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഏർണിംഗ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS. സോ ദാറ്റ് ഈസ് ലിറ്ററലി ദ റെസിപ്രോക്കൽ ഓഫ് എന്താണ് നമ്മുടെ PE റേഷ്യോനെയാണ് ഏർണിംഗ് സീൽഡ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഏർണിംഗ് സീൽഡ് ആണ് അഥവാ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1/, ഏർണിംഗ് സീൽഡ് ഇൻറ്റു ടാർഗറ്റഡ് ഏർണിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1/, ഏർണിംഗ് സീൽഡ് ഇൻറ്റു ടാർഗറ്റ് കമ്പനിയുടെ EPS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് കമ്പനി ഓർ ദ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തു. അപ്പം ചിലപ്പോൾ അവർ ഏർണിംഗ് സീൽഡിന് PE റേഷ്യോക്ക് വരെ എന്ത് തരാം? ഏർണിംഗ് സീൽഡ് തരാം. സോ ഏർണിംഗ് സീൽഡ് ഈസ് ലൈക്ക് the reciprocal of PE ratio. It is 1/, PE ratio ആണ് ഏർണിംഗ് സീൽഡ്. അപ്പം നിങ്ങൾ ഇവിടെ PE റേഷ്യോ യൂസ് ചെയ്യേണ്ട ആ ഒരു പൊസിഷനിൽ ഏർണിംഗ് സീൽഡിന്റെ വാല്യൂ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/, ഏർണിംഗ് സീൽഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ PE റേഷ്യോ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അവർ ഏർണിംഗ് സീൽഡ് തരും PE റേഷ്യോയ്ക്ക് പകരം. സോ ദെൻ വി ഹാവ് ടു ഫോളോ ദാറ്റ് മെത്തേഡ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Sir, last formula ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? 1/, earnings yield into EPS of ആ കമ്പനിയുടെ ഒന്ന് പറയാവോ? ഏർണിംഗ് സീൽഡ്. സോ ഏർണിംഗ് സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ അതിന്റെ മണ്ടയ്ക്ക് എത്ര രൂപ EPS കിട്ടുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ഏർണിംഗ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഏർണിംഗ്സ് ഈൽഡ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ കമ്പയറിംഗ് ദിസ് ഏർണിംഗ്സ് ഈൽഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ടു you will get the exact answer as of your PE ratio. PE ratio യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്യുക, റെസിപ്രോക്കലി യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ്. ക്ലിയർ ആണോ? Is it clear, guys? So any other doubts? Do you have any other doubts? Okay, so CAPM beta factor. So in the CAPM, that beta factor is, it indicates no. So he needs to only focus on the beta factor. So beta factor എന്ന് പറഞ്ഞാൽ എന്താണ്? That literally explains the systematic risk of our company. അപ്പോൾ sometimes the existing WACC we have calculated using our റിസ്ക്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിസ്റ്റമാറ്റിക് റിസ്ക് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചത്? WACC കണ്ടുപിടിച്ചത്. പക്ഷേ this WACC can be only used in certain situations. When there is no change the financial risk and business risk. Business risk and financial risk change ഒന്നും ഇല്ല. അതേപോലെ തന്നെ there is no change in the structure. So ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? We are using our existing WACC. നമ്മുടെ കറന്റ് WACC നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. But
ഒരു ലിക്കർ ബിസിനസ് തുടങ്ങണമെന്ന് വെച്ചു. You want to expand into liquor business. So ഇത് ഒരു സെയിം കൈൻഡ് ഓഫ് ബിസിനസ്സിലോട്ടാണോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്? അല്ല, വി ആർ മൂവിങ് ഇൻ ടു എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഇൻഡസ്ട്രി. സോ ഇൻ ദാറ്റ് സെനാരിയോ അവിടെ എന്ത് മാറി? നമ്മുടെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ബിസിനസ് റിസ്ക് ഹാസ് ചേഞ്ച്ഡ്. ക്ലിയർ ആണോ? ഓക്കെ. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? വി ഹാവ് ടു യൂസ് ദ റിസ്ക് അഡ്ജസ്റ്റഡ് വാക് ടു വാല്യൂ സച്ച് ബിസിനസ്. അപ്പോൾ ആ ബിസിനസിനെയൊക്കെ നമ്മൾ വാല്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സിനെയൊക്കെ നമ്മൾ അപ്രൈസ് ചെയ്യാൻ എക്സിസ്റ്റിംഗ് വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ബിസിനസ് റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വാക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഞാൻ പോയിട്ട് ആ ലിക്കർ ബിസിനസിന്റെ ബിസിനസ് റിസ്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ equal to beta E multiplied by value of equity plus value of debt. Business risk indicate the business risk. So business is equal to the beta E. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പൊ കേൾക്കാവോ? Can you hear me now? Okay. അപ്പോൾ നമ്മൾ when we are moving into a different industry, അവിടെ എന്ത് വരും? There will be a change in the business risk. അപ്പോൾ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? So if there is a change in the business risk, how will you calculate the WACC? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? Calculate the business risk. So asset beta is equal to നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ബീറ്റ ഇ മൾട്ടിപ്ലൈഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെറ്റ് ഇൻറ്റു 1 മൈനസ് ടി ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്റ ഇ വാല്യൂ ഓഫ് ഇക്വിറ്റി ഡെറ്റിന്റെ എല്ലാം നമ്മുടെ പ്രോക്സി കമ്പനിയുടെയോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ലിക്വിഡ് ബിസിനസിന്റെ പ്രോക്സി കമ്പനിയുടെയോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിമിലർ കമ്പനിയുടെയോ ആയിരിക്കും. ഓക്കെ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബിസിനസ് റിസ്ക് കണ്ടുപിടിച്ചു. ദെൻ ആ ബിസിനസ് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? ദ ബീറ്റ എ ഇൻറ്റു അതിന്റെ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെറ്റ് ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി. സോ ആ സെയിം ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. പക്ഷെ നമ്മൾ ഇൻ സ്റ്റെപ്പ് 2, ദാറ്റ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. സോ നമ്മൾ ഈ സ്റ്റെപ്പ് 2 ചെയ്യുമ്പോൾ, so this is step number 1. നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ബീറ്റ എ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ബിസിനസ് റിസ്കിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ സ്റ്റെപ്പ് നമ്പർ 2. ദെൻ യു വിൽ ഗെറ്റ് എ ന്യൂ സിസ്റ്റമാറ്റിക് റിസ്ക്. ആ സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മുടെ CAPM ഫോർമുലയിലോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? RF പ്ലസ് ദ ന്യൂ സിസ്റ്റമാറ്റിക് റിസ്ക് വിച്ച് യു ഹാവ് കാൽക്കുലേറ്റഡ് ഇൻ സ്റ്റെപ്പ് നമ്പർ 2. നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് വെക്കും ഇൻറ്റു RM minus RF. So we'll get a new
cost of equity. We will get a new cost of equity which is adjusted for the business risk of our new investment. അത് വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ദ വാക്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസ്ക് അഡ്ജസ്റ്റഡ് വാക് എന്ന് പറയാം. ക്ലിയർ ആണോ? So this is how we'll calculate an investment specific cost of capital or a risk adjusted WACC. So is it clear, everyone? So Shabib clear ആണോ? Regearing and degearing ആ ഒരു പോർഷൻ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തതാണ് പ്രോക്സി കമ്പനിയുടെ ഇതെടുത്തു. പ്രോക്സി കമ്പനിയുടെ വാല്യൂ ഓഫ് ഡേറ്റ് ഒക്കെ വെച്ച് നമ്മൾ അവരെ റീഗിയർ ചെയ്തു. ലൈക്ക് വി ഹാവ് അൺഗിയർഡ് ഇറ്റ്. അതിന്റെ ഗിയറിംഗ് എടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ അസറ്റ് ബീറ്റ അവരുടെ ആ ബിസിനസ് റിസ്ക് വെച്ചിട്ട് പുതിയൊരു സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ഓഫ് ഇക്വിറ്റി ഒക്കെ നമ്മുടെ കമ്പനിയുടെ ആയിരിക്കും. ദെൻ ആ ന്യൂ സിസ്റ്റമാറ്റിക് റിസ്ക് വെച്ചിട്ട് CAPM ഇടുക. അപ്പൊ യു വിൽ ഗെറ്റ് എ ന്യൂ KE. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? When there is a change in the business risk. നമ്മള് എക്സിസ്റ്റിംഗ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പറയുന്ന സംഭവം യൂസ് ചെയ്യണം. ഇത് ഓൾമോസ്റ്റ് നമ്മൾ M&M അതേപോലെ നമ്മുടെ CAPM മോഡലിലൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിലെ M&M വിത്ത് ടാക്സ് വിത്ത് CAPM ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത്. പിന്നെ ഈ റിസ്ക് അഡ്ജസ്റ്റഡ് വാക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെപ്റ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഡെറ്റ് ഈസ് ഓൾവേസ് റിസ്ക് ഫ്രീ എന്നാണ് നമ്മുടെ അസംപ്ഷൻ. ഡെറ്റിന്റെ വാല്യൂ അങ്ങനെ തന്നെ ഇരിക്കും. കോസ്റ്റ് ഓഫ് ഡെറ്റ് വിൽ റിമെയിൻ ദ സെയിം. ഇക്വിറ്റിയിൽ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. റിസ്ക് അഡ്ജസ്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആകെ ഇക്വിറ്റി മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. ദ KD വിൽ റിമെയിൻ ദ സെയിം. ബാക്കി ക്യാപിറ്റൽ സ്ട്രക്ചർ എല്ലാം അതേപോലെ ഇരിക്കുന്നു. കാരണം ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ബിസിനസ് റിസ്ക്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്കിൽ മാറ്റം വരുവാണെങ്കിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ മൊത്തത്തിൽ മാറുവാണെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നിങ്ങൾ AFM-ലൊക്കെ പഠിക്കും. FM-ൽ അതില്ല. FM-ൽ ജസ്റ്റ് റിസ്ക് അഡ്ജസ്റ്റഡ് വാക്ക് എങ്ങനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഏത് സിനാരിയോയിലാണ് റിസ്ക് അഡ്ജസ്റ്റഡ് വാക്ക് വരുന്നത് ഓർത്താൽ. സോ എപ്പോഴേലും നിങ്ങൾ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് പുതിയൊരു ഇൻഡസ്ട്രിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് റിസ്ക് അഡ്ജസ്റ്റഡ് വാക്ക്. ക്ലിയർ ആണോ? ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ നാളെ ഡിസ്കസ് ചെയ്യാം. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ ബിസിനസ് വാല്യുവേഷൻ, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി, ദെൻ റിസ്ക് അഡ്ജസ്റ്റഡ് വാക്ക്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോർഷനും നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. സോ ആസ് എ ഹോൾ, ആസ് എ റിവിഷൻ നിങ്ങൾക്ക് ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ ദെൻ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് റിസ്ക് മാനേജ്മെന്റ്. നമുക്ക് നാളെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് റിസ്ക് മാനേജ്മെന്റിലോട്ട് പോവാം. MPV-യുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കിയിട്ട് തരാം. ഇതിന്റെ ഇടയ്ക്ക്